Elements of cost. So in this video we are going to discuss about different elements of cost. So കോസ്റ്റിനെ നമ്മൾ ബേസിക്കലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. സോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും നമുക്കതിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആവശ്യമാണ്. സോ വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് അല്ലെങ്കിൽ വേജസ് ആണ് ലേബർ കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് കാറ്റഗറി എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കോസ്റ്റുകളാണോ നമുക്ക് വരുന്നത്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വരുന്നത്, മെറ്റീരിയൽസും ലേബറും അല്ലാതെ വേറെ എന്തൊക്കെ കോസ്റ്റുകൾ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടോ ആ കോസ്റ്റിനെയൊക്കെ പറയുന്ന പേരാണ് എക്സ്പെൻസസ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ബ്രോഡ് കാറ്റഗറീസ് ഓഫ് കോസ്റ്റ്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഈ ഓരോ കോസ്റ്റിനെയും നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും. സോ മെറ്റീരിയൽ കോസ്റ്റിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ലേബർ കോസ്റ്റിനെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ എക്സ്പെൻസസിനെയും ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളെയും കൂടി അഗ്രിഗേറ്റീവ്ലി നമ്മൾ പറയുന്നൊരു പേരാണ് പ്രൈം കോസ്റ്റ്. സോ ഓൾ ദ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇറ്റ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് പ്രൈം കോസ്റ്റ്. അതുപോലെ എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയും കൂടെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഓവർ ഹെഡ് കോസ്റ്റ്. Okay, so all the direct cost are known as prime cost and all the indirect cost are known as overhead cost. ഓക്കെ, സോ നമ്മൾ ഈ ഓരോ കോസ്റ്റിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെ കോസ്റ്റിനെയാണ് നമ്മൾ ഈ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും എന്ന് പറയുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലിനെ ഡയറക്റ്റും ഇൻഡയറക്റ്റ്, ലേബർ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഈ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെയും കൂടെ നമ്മൾ പറയുന്ന പേര് ഓവർ ഹെഡ് ആണെന്ന് പറഞ്ഞു. ഈ ഓവർ ഹെഡ്സിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫാക്ടറി ഓവർ ഹെഡ്. ഫസ്റ്റ് വൺ ഫാക്ടറി ഓവർ ഹെഡ്. ദെൻ സെക്കൻഡ് വൺ ഓഫീസ് ഓവർ ഹെഡ്. Then third one selling overhead and fourth one distribution overhead. സോ ഈ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും കൂടെ കളക്റ്റീവ്ലി നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നു. ഈ ഓവർഹെഡിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഓരോ കോസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ്, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഡയറക്റ്റായിട്ട് നമുക്ക് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആ കോസ്റ്റ്, ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസസ് നമുക്ക് ആ പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് എത്ര പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, so any cost which cannot be identifiable in one unit of finished product is known as indirect cost. For example, electricity. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് എത്രയാണ് ഉള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കോസ്റ്റ് ഹോൾ ഫാക്ടറി മൊത്തമായിട്ട് അല്ലെങ്കിൽ കമ്പനി മൊത്തമായിട്ട് ഉള്ളൊരു എക്സ്പെൻസാണ്. സോ അതിന് നമുക്ക് എത്ര പോർഷനാണ് ഒരു പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൽ വന്നിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം മെറ്റീരിയൽ കോസ്റ്റിലെ നോക്കാം. മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് ആണ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്, കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ ലെതർ ഇൻ ദ കേസ് ഓഫ് ഷൂ മേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയലാണ് ലെതർ. അതുപോലെ കോട്ടൺ ഇൻ ദ കേസ് ഓഫ് ഷർട്ട് മേക്കിംഗ്,
കോട്ടൺ എന്ന് പറയുന്നത് ഷർട്ട് മേക്കിങ്ങിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വെറാസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അലോക്കേറ്റഡ് ടു ദ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷർട്ട് മേക്കിങ്ങിലാണെങ്കിൽ നമുക്കതിന് നീഡിൽ സൂചിയുടെ ആവശ്യം ഉണ്ടാകും, ത്രെഡിൻ്റെ ആവശ്യം ഉണ്ടാകും. ഓക്കെ, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതുപോലെ ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഇതെല്ലാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്, മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ദി പ്രോഡക്റ്റ്, മെറ്റീരിയൽ സ്പെസിഫിക്കലി പർച്ചേസ്ഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ്, ദെൻ കോമ്പണൻറ്റ് പാർട്ട് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ, പാർട്ട്ലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ്. അത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയലാണ്. പാർട്ട്ലി പകുതി ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്, ഒരു പ്രോസസ്സ് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോസസ്സ് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കും. അപ്പോൾ ആ നെക്സ്റ്റ് പ്രോസസ്സിലെത്തുമ്പോൾ അത് എന്താണ്? റോ മെറ്റീരിയലാണ്. ആ ഒരു പ്രൊഡക്ഷനിൽ റോ മെറ്റീരിയലാണ് ആ ഒരു ഐറ്റം. ദെൻ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതേസമയം ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കോട്ടൺ വേസ്റ്റ് എക്സെട്ര, ദെൻ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എക്സെട്ര. ദെൻ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ലേബറേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് ലേബർ കോസ്റ്റ്. അതിൽ എന്താണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് വിച്ച് ക്യാൻ ബി ആട്രിബ്യൂട്ടബിൾ ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ് ഇൻ എൻ എക്കണോമിക്കലി ഫീസിബിൾ വേ. അതായത് ഡയറക്റ്റായിട്ട് ഈ പ്രൊഡക്ഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അതാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേജസ് ഓഫ് എംപ്ലോയീസ് ഹു എൻഗേജ്ഡ് ഇൻ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഈ ഫാക്ടറിയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആക്ച്വലി എൻഗേജ് ചെയ്യുന്ന എംപ്ലോയീസ് ആരാണോ അവർക്ക്, അല്ലെങ്കിൽ വർക്കേഴ്സ് ആരാണോ, അല്ലെങ്കിൽ മാനേജേഴ്സ് ആരാണോ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് വിച്ച് കനോട്ട് ബി ആട്രിബ്യൂട്ടബിൾ ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ സൂപ്പർവൈസർ, മെയിൻ്റനൻസ് വർക്കേഴ്സ്, men employed in service department, clerical staff, office staff, security staff etc. സോ ഇങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ്, അതായത് നമുക്ക് ഇവരുടെ വർക്ക് കമ്പനിക്ക് ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ഉള്ളത്. പക്ഷേ നമുക്ക് അത് ഓരോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്ററിൽ എത്രത്തോളമാണ് അവരുടെ വർക്ക് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ കമ്പനിയെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന അവരാണ്. അതുപോലെ ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും വേണ്ട ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ വർക്ക് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചിലവാകുന്നത് എത്രയാണോ ആ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ, ഡയറക്റ്റ് ലേബർ ഇൻക്ലൂഡ്സ് വേജസ് പെയ്ഡ് ടു ഡയറക്റ്റ് വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, വീവേഴ്സ് എക്സെട്ര. അതേസമയം ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് സ്റ്റാഫ്, വർക്കേഴ്സ് ഇൻ സ്റ്റോർ റൂം, വർക്കേഴ്സ് ഇൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ക്യാൻറ്റീൻ, സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, സെക്യൂരിറ്റി സ്റ്റാഫ് എക്സെട്ര. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാതെ ബാക്കി എന്തൊക്കെ ചിലവുകൾ കോസ്റ്റ് വരുന്നുവോ അതിനെല്ലാം ഓവറോൾ പറയുന്ന പേരാണ് എക്സ്പെൻസസ്. സോ ഈ എക്സ്പെൻസസിനെ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്പെൻസസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ഇൻകേർഡ് ബൈ എ കമ്പനി ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. Okay, a product cannot be produced without incurring such expenses. ഓരോ പ്രോഡക്റ്റ് നടക്കുമ്പോഴും നമുക്ക് എന്തായാലും തീർച്ചയായും വരുന്ന എക്സ്പെൻസസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എന്തെങ്കിലും പലതരത്തിലുള്ള എക്സ്പെൻസസുകൾ നമുക്ക് ഇപ്പോൾ ഹയർ ചാർജസ്, അതുപോലെ എക്സൈസ് ഡ്യൂട്ടി മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഓഡിറ്റിംഗ് വർക്ക്, അങ്ങനെയുള്ളതൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. സോ ഇതെല്ലാം ഇങ്ങനെയുള്ള എക്സ്പെൻസസുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന അതിന് എക്സാമ്പിൾസ് ആണ് ഹയറിംഗ് ചാർജസ് ഓഫ് എ സ്പെഷ്യൽ മെഷീൻ, കോസ്റ്റ് ഓഫ് പാറ്റേൺസ്, പ്ലാൻസ്, ഡിസൈൻസ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസ്, ഫീ പെയ്ഡ് ടു ദ ആർക്കിടെക്ചർ, സർവേയേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്.
അതുപോലെ ലോയൽറ്റി പെയ്ഡ് ടു ലെസർ ഫോർ എ പർട്ടിക്കുലർ കോൺട്രാക്റ്റ്, ട്രാവലിംഗ് എക്സ്പെൻസസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകേർഡ് ബൈ ദി ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ബട്ട് ദീസ് എക്സ്പെൻസസ് കനോട്ട് ബി ഈസിലി ഫൗണ്ട് ഔട്ട് ആക്യുറേറ്റ്ലി. നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പവർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾസ് ആണ് റെൻറ്റ്, റേറ്റ്, ടാക്സസ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലഗ്രാം, ടെലിഫോൺ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, അഡ്വർടൈസിങ്, അങ്ങനെയൊക്കെ ഇതൊക്കെ എക്സ്പെൻസസ് ആണ്. പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഓവറോൾ ഒരു പ്രോഡക്റ്റ്, പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിന് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസ് ആണ് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഈ ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി കം ടു ഓവർ ഹെഡ്. സോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും കൂടെ കൂടിയിട്ട് പറയുന്ന പേരാണ് ഓവർ ഹെഡ്. അതായത് എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലും, ഇൻഡയറക്റ്റ് ലേബറും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയും കൂടി ഓവറോൾ പറയുന്ന പേരാണ് ഓവർ ഹെഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ്. ഓവർ ഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ് ഓർ ബേർഡൻ. ഈ രണ്ട് ടേമിലും നമ്മൾ ഓവർ ഹെഡിനെ അറിയപ്പെടുന്നുണ്ട്. ദെൻ ഓവർ ഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4: ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, selling overhead and distribution overhead. Okay, so let me discuss one by one. First one, factory overhead. Factory overhead refers to all indirect cost incurred in connection with production. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫാക്ടറിയുമായി ബന്ധപ്പെടുന്ന, അതായത് പ്രൊഡക്ഷൻ ഫാക്ടറിയിലാണ് നടക്കുക, ആ ഫാക്ടറിയുമായി ബന്ധപ്പെടുന്ന എന്തൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടോ ആ കോസ്റ്റിനെ എല്ലാം നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് എഴുതുക. They are the expenses incurred in the factory for converting raw materials into finished product. ഫാക്ടറിയിലുള്ള മെയിൻ വർക്ക് എന്താണ്? റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ആ ഒരു പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ ദേ കൺസിസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി. ഫാക്ടറിയിലുണ്ടാകുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, ഇൻഡയറക്റ്റ് ലേബർ ആവാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആവാം, ഇതിനെ പറയുന്ന പേരാണ് ഫാക്ടറി ഓവർ ഹെഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡിന് നമ്മൾ പറയുന്ന വേറെ പേരുകളാണ് വർക്ക് ഓവർ ഹെഡ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. ഓക്കെ, ഇനി ഫാക്ടറി ഓവർ ഹെഡുകൾ ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ വരും, റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഫാക്ടറിയുമായി ബന്ധപ്പെടുന്ന റെൻറ്റ്, റേറ്റ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫാക്ടറി, ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ദെൻ ഫാക്ടറി ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, വർക്ക് മാനേജർ സാലറി, വർക്ക് മാനേജേഴ്സ് അതിൽ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന മാനേജേഴ്സ്, ദെൻ ഐഡിൽ ടൈം ആൻഡ് ഓവർ ടൈം വേജസ് ഓഫ് വർക്കേഴ്സ്, സ്റ്റേഷനറി ആൻഡ് ടെലിഫോൺ എക്സ്പെൻസസ് ഓഫ് ഫാക്ടറി. ഫാക്ടറിയുമായി ബന്ധപ്പെടുന്ന എന്തൊക്കെ കോസ്റ്റുകളുണ്ടോ അത് മെറ്റീരിയൽ ആവാം, ലേബർ ആവാം, അല്ലെങ്കിൽ എക്സ്പെൻസസ് ആവാം. ഇതെല്ലാം കൂടെ പറയുന്ന പേരാണ് ഫാക്ടറി ഓവർ ഹെഡ്. ദ നെക്സ്റ്റ് വൺ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. Office and administration overhead refers to the indirect cost incurred in connection with the general administration of a concern. അതായത് ഓഫീസുമായി ബന്ധപ്പെടുന്ന, ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന കോസ്റ്റുകളെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സാലറീസ് ഓഫ് ജനറൽ മാനേജർ. ഫാക്ടറി അല്ല, ഇതിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ ഓഫീസ് മാനേജർ, എംപ്ലോയീസ്, റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ്, repairs and maintenance of office building, depreciation of office building and furniture, stationery and telephone expenses of office lighting and heating, directors fee, audit fee, legal charges. ഇപ്പോൾ ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസസുകൾ ഉണ്ടാകുന്നു അതിലും മെറ്റീരിയൽ വരാം, ലേബർ വരാം, അല്ലെങ്കിൽ എക്സ്പെൻസസ് വരാം. ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോസ്റ്റുകളെയും പറയുന്ന പേരാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ദ നെക്സ്റ്റ് വൺ, സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡ് റെഫേഴ്സ് ടു ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് സെല്ലിംഗ് ഫംഗ്ഷൻ. ഓക്കെ, സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്. അതായത് ദിസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്. ക്രിയേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ്, ഡിമാൻഡ് ഉണ്ടാക്കുക, ഡിമാൻഡ് നിലനിർത്തുക. അപ്പോൾ അതിന് എന്തൊക്കെ എക്സ്പെൻസസുകൾ വരുന്നോ അതിനെല്ലാം സെല്ലിംഗ് ഓവർ ഹെഡ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. ഫോർ എക്സാമ്പിൾ, സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് സെയിൽസ് മാനേജർ, സെയിൽസ്മാൻ, ട്രാവലിംഗ് എക്സ്പെൻസസ്,
rent, insurance and depreciation of showroom, advertising and publicity expenses, bad debt written off, expenses incurred for entertaining customers, after sale service, കമ്മീഷൻ ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്. ഇതൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സെല്ലിംഗ് ഓവർ ഹെഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. It refers to all indirect cost incurred in connection with distributing the goods from the place of production to the place of customers. സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത് വരെ കുറേ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ഹോൾസെയിലേഴ്സ് ഉണ്ടായിരിക്കും, റീറ്റെയിലേഴ്സ് ഉണ്ടായിരിക്കും, പല കൈകളിലൂടെയാണ് ഇത് കടന്നു പോവുക. സോ ഈ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസസുകളെയും പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് വെയർ ഹൗസ്, സാലറീസ് ഓഫ് വെയർ ഹൗസ് സ്റ്റാഫ്, packing expenses, transportation charges, expenses of delivery van, cost of retaining and reconditioning empty containers, etc. സോ ഇതെല്ലാം എന്താണ്, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ്. സോ ഇതിനെല്ലാം കൂടി പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഓവർ ഹെഡ് കാറ്റഗറിയിൽ പെടുന്നത്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. സോ വൺസ് അഗെയിൻ നമ്മൾ കോസ്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഓരോ മെറ്റീരിയലിനെയും ലേബറിനെയും എക്സ്പെൻസസിനെയും നമ്മൾ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളെയും പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും പറയുന്ന പേരാണ് ഓവർ ഹെഡ്. ഓവർ ഹെഡ്സിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. I think it is clear.